മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരും. ഇത് കഴിഞ്ഞ 1-2 വീഡിയോകളായി ഇന്ത്യ ലൈവ് പറഞ്ഞു. ഇന്ത്യ ലൈവിൻ്റെ ആഗ്രഹമല്ല, യാഥാർത്ഥ്യമാണ്. നമ്മുടെ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളിത് പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെയാണ് വലിയ പ്രചാരണം. കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ പറയുകയാണ് വലിയ മജോറിറ്റിയിൽ UDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദ്യമേ പറഞ്ഞ സതീശൻ 110 സീറ്റായിരുന്നു. സതീശൻ അത് കുറച്ചിപ്പോൾ 85 സീറ്റിലെത്തിച്ചിട്ടുണ്ട്. ഇനി മാത്രമല്ല, കേരളത്തിൽ പിണറായി വിജയൻ ഒരു കാരണവശാലും ഇനി ഒരിക്കലും അധികാരത്തിൽ വരരുതെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉൾപ്പെടെ മഞ്ചേശ്വരം ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും പറ്റിയാൽ UDF ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാൾ നമ്മുടെ ഒരു സഹജീവിയായ മറുനാടൻ മലയാളിയുടെ ഷാജിൽ സ്കറിയാണ്. ഷാജിൽ സ്കറിയ UDF വരൂ എന്ന് നിരന്തരം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ എൻ്റെ സുഹൃത്തു കൂടിയാണ് ഷാജിൽ സ്കറിയ. ഷാജിൽ സ്കറിയ ഒരു പോസ്റ്റ് ഇട്ടു. കുമാർ സാർ കണ്ടോന്ന് എനിക്കറിയില്ല. ഒരിക്കൽ കൂടി പിണറായി സർക്കാർ ഉണ്ടായാൽ പൂർണ്ണമായും പിണറായി വിമർശനം ഞാൻ അവസാനിപ്പിക്കും. 10 വർഷം ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത ജനത്തോട് അത് ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ട് എന്തു കാര്യം? അത് എനിക്ക് തോന്നുന്നത് എൻ്റെ പരിചയക്കാരനായ ഷാജിൽ സ്കറിയയുടെ ആത്മവിശ്വാസത്തിനൊരു കുറവ് വന്നോ, എങ്ങാനും പിണറായി വന്നാലോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനും വന്നോ എന്നെനിക്കറിയില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇന്നലെ മംഗളം ദിനപത്രത്തിലൊരു വാർത്ത, ഭരണ തുടർച്ച ഉറപ്പിച്ച് പിണറായി മെയ് 5 പന്തലിടാൻ നിർദ്ദേശം. ഇത് എസ് നാരായണൻ, തിരുവനന്തപുരത്തെ മംഗളത്തിൻ്റെ ലേഖകൻ എസ് നാരായണൻ, ജയചന്ദ്രൻ അറിയപ്പെടുന്നൊരു മാധ്യമപ്രവർത്തകൻ, പോലീസ് ബീറ്റൊക്കെ നന്നായിട്ട് നോക്കുന്ന ആളാണ്. അദ്ദേഹം ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ കോട്ട് ചെയ്തിട്ടാണ് പിണറായി വരും, 5-ാം തീയതി പന്തലിടാൻ സത്യപ്രതിജ്ഞ ചെയ്താൽ നീക്കം എന്നാണ്. ഈ 5-ാം തീയതി എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് ചിലർക്ക് സംശയം വന്നു. അതായത് 4-ാം തീയതി സർക്കാർ വോട്ടെണ്ണി കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ വേണോ എന്ന് ചോദിക്കുന്നു. അത്ര പെട്ടെന്ന് 5-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ അതിനകത്തൊരു എന്തോ ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്തറിയോ, ആർക്കും ഭൂരിപക്ഷമില്ലാതെ തൂക്കസഭയുണ്ടാവുന്നു. ഏറ്റവും വലിയ കക്ഷി CPM ആവുന്നു. അപ്പോൾ ഗവർണർ ഏറ്റവും വലിയ കക്ഷിയായ CPM-നെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ CPM ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് അപേക്ഷ കൊടുക്കുകയോ ക്ലെയിം വെക്കുകയോ ചെയ്യുന്നു. ഗവർണർ സമ്മതിക്കുകയും ചെയ്യുന്നു. വേറെ ആരെങ്കിലും ചാടി പിടിച്ചുകൊണ്ട് പോവാതിരിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് അങ്ങോട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പിണറായി തീരുമാനിക്കുന്നു. അങ്ങനെ സംഭവിച്ചുകൂടെ? എക്സാക്ട്ലി. നേരത്തെ ഉണരുന്ന പക്ഷിക്ക് പുഴുക്കളെ കിട്ടും, തീറ്റ കിട്ടും എന്ന് പറയുന്ന പോലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് ഭരണഘടന. അങ്ങനെയാണ്, ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവിനെ ഏറ്റവും വലിയ മുന്നണിയുടെ നേതാവെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതൊരു സാധ്യതയാണ്. ഈ സാധ്യതയാണ് നമ്മൾ പറയുന്നത്. ഈ സാധ്യത കാരണം അങ്ങനെയാണ്. ഈ പറഞ്ഞ ഞാൻ 2-3 തവണ നമ്മളിൽ നിന്ന് സംസാരിച്ച് കേരളത്തിലെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ എടുത്താൽ UDF-ന് ഉറപ്പായും കിട്ടുന്ന സീറ്റുകൾ 60 ഉണ്ട്. 15 വർഷത്തെ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഉറപ്പായും കിട്ടുന്ന 60 സീറ്റുകളുണ്ട്. UDF-ന് അത് 40 സീറ്റുകളാണ്. 40-71 ആക്കുന്നതാണോ 60-71 ആക്കുന്നതാണോ എളുപ്പം എന്ന് ചോദിച്ചാൽ 60-71 എളുപ്പം. അതിനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഒരു ചെറിയ എഡ്ജുള്ളത് LDF-നാണ്. പക്ഷേ ഈ കണക്കുകളാകെ പറഞ്ഞിട്ട് ഇന്ത്യ ലൈവിൻ്റെ ഒരു സർവേയിൽ നമ്മൾ പറഞ്ഞു തൂക്കുസഭയാണ്. BJP-ക്ക് 4 മുതൽ 15 സീറ്റുകൾ വരെ കിട്ടിയേക്കാം. 4 സീറ്റുകൾ ഉറപ്പായും കിട്ടാം. അത് 15 വരെ ആയാലും അത്ഭുതമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ കണക്കുകൾ. 2 കൂട്ടരും മിച്ചം വരുമ്പോൾ 4 മുതൽ 15 സീറ്റുകളെ വരെ BJP-ക്ക് കിട്ടാൻ തരത്തിലുള്ള ഒരു സർവേ റിപ്പോർട്ടും നമ്മൾ ഒരു 10 ദിവസം മുമ്പ് കൊടുത്തിരുന്നു. ഇതാണോ തെരഞ്ഞെടുപ്പ്? ഇനി വോട്ട് കഴിഞ്ഞു, ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അതിന് തൊട്ട് മുമ്പ് എത്തുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ കാര്യമായി വസ്തുതകൾ പഠിക്കാനൊക്കെയുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. നേതാക്കന്മാരുടെ ശരീരഭാഷയും ആത്മവിശ്വാസത്തിൻ്റെ തോത് കൂടിയും കുറഞ്ഞും വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പറഞ്ഞ ഇതിന് വല്ല സാധ്യതയുണ്ടോ? സുനിൽ, ഞാനിവിടെ ആദ്യത്തെ ദിവസം വന്നപ്പോൾ നമ്മളൊരു 1-to-1 ജസ്റ്റ് പേഴ്സണലായിട്ട് ചർച്ച ചെയ്തു. അപ്പം ഞാൻ അന്നും സുനിലിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഒരുപക്ഷെ തൂക്ക് നിയമസഭ ആയേക്കാം, പക്ഷേ അഡ്വാൻറ്റേജ് എപ്പോഴും നേരിയ അഡ്വാൻറ്റേജ് LDF-നാണ്. എന്തുകൊണ്ട്? അവർക്ക് പിണറായി വിജയനുണ്ട് അവരുടെ കൂടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കാരണം
ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മാധ്യമങ്ങൾ പറയണത് പോലെ അല്ലല്ലോ വോട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാം. നമ്മൾ കണ്ടു മഹാരാഷ്ട്രയിൽ എന്താ ഉണ്ടാവാൻ പോണെന്നും ഹരിയാനയിൽ എന്താ ഉണ്ടാവാൻ പോണെന്നും പറഞ്ഞ ആൾക്കാർ ആ വാക്കുകൾ മുഴുവൻ വിഴുങ്ങുക മാത്രമല്ല ഇലക്ഷൻ കമ്മീഷനെ ആക്ഷേപിക്കാൻ തുടങ്ങി. അവസാനം എല്ലാ വോട്ടിംഗ് മെഷീനും ടാമ്പർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ വോട്ടിംഗ് മെഷീൻ ഇവർ ജയിക്കുന്നിടത്തൊക്കെ കുഴപ്പമില്ല, EVM ഓക്കെയാണ്, അല്ലെങ്കിൽ മറ്റേതൊക്കെ ടാമ്പേർഡ് വോട്ടിംഗ് മെഷീനാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും അതിൽ വിഴുങ്ങാനും അത് ദഹിക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് അത്ര വിവരമില്ലാത്തവരല്ല. പിന്നെ അത് മാത്രമല്ല പല അടിയൊഴുക്കുകളും ഉണ്ടായിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഓരോ മനുഷ്യരും ഓരോ സമയത്ത് വിളിച്ച് പറയുന്നത് ജനങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞില്ലേ ജമാഅത്തെ ഇസ്ലാമി മതേതര കക്ഷിയാണ്, അല്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ ഇതൊരു മുസ്ലിം രാഷ്ട്രമായാൽ നമുക്കെന്താ കുഴപ്പം. ഇതൊക്കെ ജനങ്ങളെ ശ്രദ്ധിക്കുകയും കുഴപ്പമുണ്ടാവില്ല. അവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർ അതനുസരിച്ചിട്ട് മറുപടി കൊടുക്കും അവർ അതുവഴി. പിന്നെ വേറൊന്നും ഉള്ളത് ഓൾ സെഡ് ആൻഡ് ഡൺ. ഞാൻ CPM എനിക്ക് യാതൊരു താല്പര്യമില്ലാത്തൊരു പാർട്ടിയാണ്. സത്യം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അറ്റ്ലീസ്റ്റ് സുനിൽ CPM കളറുള്ള ഷർട്ടെങ്കിലും കുങ്കുമ കളറാ. വയസ്സായി എനിക്ക് കണ്ണിൻ്റെ പ്രശ്നമായിരിക്കും. ഈ രാഷ്ട്രീയത്തിൽ സീസൺഡ് പൊളിറ്റീഷ്യൻ എന്ന് പറയും. ഇപ്പം തൽക്കാലം കേരളത്തിൽ ഒരേ ഒരാളെ സീസൺഡ് പൊളിറ്റീഷ്യൻ ആയിട്ടുള്ളൂ, പിണറായി വിജയൻ. അദ്ദേഹത്തിന് ജനങ്ങളുടെ പൾസ് അറിയാം. അതൊക്കെ ചെയ്യേണ്ട വിധം അദ്ദേഹം പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്താണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് പരാജയം പറ്റിയിരുന്നു, ശരിയാണ്. പക്ഷെ ഞാൻ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വശങ്ങളൊന്നും പഠിച്ചിട്ടില്ല. കൂടുതൽ സീറ്റിൽ ജയിച്ചിരിക്കുന്ന കോൺഗ്രസ് ആണ്, UDF ആണ് എന്ന് എനിക്കറിയാം. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവർ കുറേ അധികം അലവൻസ് വാരിക്കോരി കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക്, സർക്കാർ ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, പിന്നെ അതുപോലെ ക്ഷേമ പദ്ധതികളുടെ ബെനിഫിഷ്യറീസിന് എല്ലാവർക്കും വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യാൻ പോണത്. എനിക്ക് തോന്നുന്നില്ല അവരൊരു 90% 80% പേരെങ്കിലും അതിനകത്ത് പിണറായിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യും, അല്ലെ CPM-നെതിരായിട്ട് വോട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ BJP കുറേ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ്. പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴും BJPക്ക് ആളുകൾ വോട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് 110 സീറ്റോ 115 സീറ്റോ ഒന്നും കിട്ടുമൊന്നുമില്ല. അങ്ങനെ സതീശൻ പറഞ്ഞ 85 കിട്ടും. ഇനിയും അതിലും താഴും. അപ്പോൾ അതൊക്കെ ഇന്ന് തീയതി എത്ര 28 ആയിട്ടുള്ളൂ. 29, 30, 1, 2, 3, 5 ദിവസം കൊണ്ട് ഇത് ഇനിയും പോരും. കാരണം ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പിന്നെ കൂടോത്രവും മന്ത്രവാദം ഒന്നും ചെയ്യാൻ നടക്കേണ്ട ആവശ്യമില്ലല്ലോ ആൾക്കാർക്ക്. പൂജ ചെയ്യാൻ നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടെ നിന്ന് കോഴിക്കോട്ട് പോയി മന്ത്രവാദീനെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരാൾ പൂജ ചെയ്ത് 45 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ പൂജ ചെയ്ത് കൊടുത്ത് അവസാനം കായ്ക്ക് കാശും കൊടുത്തില്ല. ആ ബ്രാക്കും അവിടെ ഉണ്ട്, കിട്ടിയിട്ടില്ല, കാശ് കൊടുത്തില്ല. 45 ലക്ഷം രൂപയ്ക്ക് ഒപ്പിച്ചിട്ട് പിന്നെ 40,000 രൂപയ്ക്കേ കൊടുത്തുള്ളൂ എന്ന്. അയാൾ ബ്രാവൂല്ലേ മന്ത്രവാദി. അയാൾ പാവം ശവക്കോട്ടയിലൊക്കെ പോയി ഇരുന്ന് ദുർമന്ത്രവാദം ചെയ്ത മനുഷ്യൻ. ഇത് കളിയറിയല്ല. രാത്രി 12-1 മണിക്കൊക്കെ പോയി ശവക്കോട്ടയിൽ പോയിരുന്ന് പൂജ ചെയ്യണമെങ്കിൽ എന്താ പറയണത്, അങ്ങനെയൊക്കെ ചെയ്തോ? പിന്നെ ഡൽഹിയിലൊക്കെ ഭയങ്കര പിടിയുള്ള ആളാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം വേണമെങ്കിൽ. എന്താ ഇന്നലെയും കൂടി ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം ഈ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെ അത് പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക് വരുമ്പോഴാണ് അസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് വേണം. പിന്നെ ഇവര് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരൊക്കെ അസ്ട്രോളജേഴ്സിനെ പോയി കണ്ടിട്ടുണ്ടാവില്ല. മകനെ ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തി ഗുരുവായൂർ വിട്ടു. മകള് പ്രാർത്ഥിച്ചു, അതിന് പോരാതിരിക്കുന്നതുകൊണ്ട് മകനോടെ പോട്ടെ. പിന്നെ നമ്മുടെ ഗോവിന്ദൻ ഇയാളെ പോയി കണ്ടില്ലേ, പൊതുവാളിനെ പോയി കണ്ടില്ലേ, മാധവ പൊതുവാൾ. പരപ്പനങ്ങാടി അല്ല, പരപ്പനങ്ങാടിനെ കണ്ടിട്ടില്ല എന്നാ ഞാൻ അറിഞ്ഞത്. പരപ്പനങ്ങാടി പൊതുവാൾ, മാധവ പൊതുവാൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട് പയ്യന്നൂർ, അദ്ദേഹത്തിനാണ് കണ്ടത്. മറ്റേ വേറൊരു ശർമ്മയുണ്ട് ഇവിടെ എറണാകുളത്തോ ചാലക്കുടിയിലോ ഉള്ള ഒരു സുബ്രഹ്മണ്യ ശർമ്മയോ അങ്ങനെ ഒരു ശർമ്മയുണ്ട്, വലിയ അസ്ട്രോളജറാണ്. അദ്ദേഹത്തിനെയും പോയി കണ്ടിരിക്കണു അത്രേ. അദ്ദേഹത്തിനെ പോയി കണ്ടില്ല, പിണറായി ഉള്ളിടത്തേക്ക് അദ്ദേഹം ചെന്നു, കവടിയും ഇതൊക്കെ ആയിട്ട്.
ഇതൊക്കെ നടക്കുന്ന സംഭവമാണ്. നമ്മൾ പറഞ്ഞ സയൻറ്റിഫിക്. ഞാൻ സുനിലിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു അസ്ട്രോളജർ, ഒരു അതീന്ദ്രിയ ധ്യാനത്തിലെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വനിതയാണ് അമേരിക്കയ്ക്ക് അവരുടെ നഷ്ടപ്പെട്ടു പോയ US എയർഫോഴ്സിൻ്റെ വിമാനം കണ്ടെത്താനായിട്ട് സഹായിച്ചത് അവരെ. സുനിലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ജിമ്മി കാർട്ടർ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ ജിമ്മി കാർട്ടർ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഒരു അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ഒരു വിമാനം കാണാതെ പോയി. അപ്പോൾ ജിമ്മി കാർട്ടർ എന്ന് പറഞ്ഞാൽ 76, 77, 78, 79 പീരീഡിലാണ്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണൊന്നും വന്നിട്ടുണ്ടാവില്ല, അതായത് സാറ്റലൈറ്റ് ഫോണൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ വിമാനം കാണാനില്ല. പലയിടത്തും അന്വേഷിച്ചു, ലോകം മുഴുവൻ അവരുടെ സാറ്റലൈറ്റ് ഫോണല്ല, സാറ്റലൈറ്റ് ഒക്കെ വെച്ച് നോക്കി, കിട്ടിയില്ല. ദെൻ പലയിടത്തും അന്വേഷിച്ചു, ഇവരുടെ CIA അന്വേഷിച്ചു, ഒരു എത്തുമ്പിടിയും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കാർട്ടറാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഫനാറ്റിക്കാണ്. മറ്റേ എന്താ ഈ വക ഇതിനകത്തൊന്നും വിശ്വാസമല്ല. അപ്പോൾ അവിടെ ഒരു സ്ത്രീ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ, ഈ നമ്മുടെ മഹേഷ് യോഗിയുടെയൊക്കെ മഹേഷ് അറിയില്ലേ? മഹേഷ് യോഗി ഇന്ത്യയിലുള്ള കേൾക്കാതിരിക്കില്ല, കേട്ടിട്ടുണ്ട്. സുനിലൊന്ന് ഓർത്ത് നോക്കി, ഒരു താടിയൊക്കെ വെച്ചിട്ട് വേൾഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നെതർലാൻഡ്സ് ഹെഡ്ക്വാർട്ടേഴ്സിട്ട്. അപ്പോൾ അവിടെ എങ്ങാണ്ട് പോയിട്ട് ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ പഠിച്ച ഒരു വനിതയുണ്ടായിരുന്നു. അപ്പോൾ ആരും കാർട്ടറുടെ ഉപദേഷ്ടാക്കളുടെ ഒരാൾ ചോദിച്ചു, ഇങ്ങനെ ഒരു വനിതയുണ്ട്, അവരെ വിളിച്ചുകൊണ്ട് വരട്ടെ, അവർ ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനുള്ള സ്ത്രീയാണ്. ആദ്യം കാർട്ടർ നോ നത്തിങ് ഡൂയിങ്, അതാണ്, ഒന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അവസാനം അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ഇന്ത്യയിൽ നിന്ന് പഠിച്ചിട്ട് വന്ന സ്ത്രീയാണ്, മഹേഷ് യോഗിയുടെ ഡിസൈപ്പിളാണ്, ഒന്നും ചെയ്യണ്ട, അവരോട് ഒന്ന് നോക്കി വെച്ച് പോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ശരി വരാൻ പറയാമെന്നു, ഒന്ന് നോക്കിയിട്ട് പോട്ടെ എന്നു. അത് കഴിഞ്ഞ് ബാക്കി കാർട്ടറുടെ വാക്കുകൾ ഇതാണ്. അവർ ഓവൽ ഓഫീസിൽ വന്നു, ഇരുന്ന് എന്തൊക്കെയോ കാണിച്ച് ധ്യാനത്തിലിരുന്നു കുറേ നേരം. പിന്നെ കുറേ കടലാസിനകത്ത് കുറേ വള്ളിയും പുള്ളിയൊക്കെ വരച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിമാനം കിട്ടും എന്ന് പറഞ്ഞു. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ വരച്ചു കൊടുത്തു അവർക്ക്. അമേരിക്കൻ അപ്പോൾ തന്നെ എയർഫോഴ്സ് വിമാനങ്ങളെ അന്വേഷിച്ചു. വിമാനത്തും കിട്ടി, തകർന്ന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടി. അപ്പം തന്നെ ബൾഗേറിയയിൽ തകർന്നു വീണ വിമാനം. അപ്പോൾ ഇത് പതിവാണ് ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പറയണ പോലെയല്ല. ജ്യോതിഷികളുടെ അടുത്തും മെഡിറ്റേഷൻ അറിയാവുന്നവരുടെ അടുത്തും മന്ത്രവാദം അറിയാവുന്നവരുടെ അടുത്തും പോണതിൽ വലിയ കുറ്റമൊന്നുമില്ല. പിണറായി പൊക്കോട്ടെ, കാരണം അദ്ദേഹം ഒരു ഹിന്ദു അല്ലേ, ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാവില്ല എത്രയാണെങ്കിലും. അല്ല, വേറെ കാര്യമുണ്ട്. ഞാനീ പറയുന്നത്, നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ UDF വരും, സതീശൻ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പിന്നെയും അവസാന നിമിഷങ്ങളിൽ നമ്മൾ പറയുക അതിനുള്ള സാധ്യത വളരെ കുറവാണ്, വരുന്നുവെങ്കിൽ അത് പിണറായി വിജയനായിരിക്കും, തൂക്ക് സഭയ്ക്കാണ് സാധ്യത എന്ന് നമ്മൾ പറയുന്നു. മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ മൂന്നാമത് വരാനുള്ള ഒരു യോഗം കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 4-ാം തീയതി കഴിഞ്ഞ് ഇവിടെ തന്നെ കാണണേ എന്ന് പലരും എനിക്ക് കമന്റ് ഇടുന്നുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. ഈ വോട്ട് ചെയ്ത ആൾക്കാർക്കല്ല, അവരാണ് തീരുമാനിക്കണം ആരാണ് ജയിക്കേണ്ടത്. അതായത് പാറ്റേൺ നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ആ പാറ്റേൺ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു വലിയ ഭരണവിരുദ്ധ തരംഗമൊന്നുമില്ല, ചുമ്മാ മാധ്യമങ്ങൾ എഴുതി ഉണ്ടാക്കിയതാണ്. ഇപ്പം ഞാൻ ഇടക്കാലത്ത് കുറച്ച് ദിവസം നോക്കി കഴിഞ്ഞപ്പോൾ ചാനലുകാർക്കാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം സതീശൻ മുഖ്യമന്ത്രിയായേ പറ്റൂ. ചില ആളുകളൊക്കെ പത്രത്തിലൊക്കെ പരസ്യം തുടങ്ങി, മുഖ്യമന്ത്രിമാരുടെ അപദാനങ്ങളൊക്കെ വാഴ്ത്തിക്കൊണ്ട് ഒരാൾ അത് കണ്ടിട്ടായിരിക്കും ഈ പത്രത്തിൽ ഫുൾ പേജ് അഡ്വർട്ടോറിയലൊക്കെ കൊടുത്തു തുടങ്ങി. മാധ്യമ പ്രവർത്തകർ ഓരോ ഫേസ്ബുക്ക് പേജിലൊക്കെ ഓരോ സതീശൻ്റെയും രമേശിൻ്റെയും പിന്നെ KC വേണുഗോപാലിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തി പോസ്റ്റ് ഇടുന്നു. KC വേണുഗോപാൽ പുസ്തകം എഴുതുക അത്രേ. അതെയോ? എന്ന് പറയുന്നു പാർലമെന്റിൽ അറിയാമോ, എഴുതാനൊക്കെ അറിയാമോ? പുസ്തകമല്ലേ, എഴുത്തല്ല. അപ്പൊ അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങളുടെ സംഗ്രഹം വരുന്നു. സർദാർ പട്ടേലിന്റെ സംഗ്രഹത്തിന് നമ്മുടെ ഡബിൾ എ റഹീം ഒരു പാർലമെന്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, കോൺസ്റ്റിപ്പേഷൻ ഓഫ് ഇന്ത്യ, പേരൊന്നും പറയുന്നില്ല, ആളുകൾക്കറിയാം, വീഡിയോ ഒക്കെ ഉണ്ട്.
അപ്പോൾ അങ്ങനെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ 110-ന്ന് 80 ഇനിയുള്ള ദിവസം ഇപ്പം 5 സീറ്റ് വെച്ച് കുറയും ഈ ഫൈറ്റിംഗ് കാണുമ്പോൾ. അവസാനം തൂണും ചാരിയും നിന്നവും പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി പദം കൊണ്ടുപോയാലും അത്ഭുതപ്പെടാനില്ല. ഈ ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു കാര്യം ഞാൻ സമ്മതിക്കണം. പിണറായി വിജയൻ പറഞ്ഞ അവർ പാർട്ടിയുടെ കമ്മിറ്റി കൂടിയിട്ട് എത്രയോ 15 പേരോ 15 സീറ്റ് വരെ നഷ്ടപ്പെടുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. അതൊരു മെഗ്നാനിമിറ്റി അല്ലേ ജനങ്ങളോട് ഞങ്ങൾ 15 സീറ്റിൽ തോൽക്കും എന്ന് പറയാനായിട്ടുള്ള ധൈര്യം അവർക്കുണ്ടായി. അതായത് 55 MLA അവർ ഫീൽഡ് ചെയ്തു, 15 പേര് നോക്കും. മുന്നണിക്ക് പക്ഷേ എന്താ പറയുക ഭൂരിപക്ഷം കിട്ടുക. പക്ഷേ ഈ പറഞ്ഞ പോലെ UDF എന്താ പറ്റാൻ പോണെന്ന് അറിയാമോ? തെരഞ്ഞെടുപ്പിൽ തോക്കും. അത് കഴിഞ്ഞിട്ട് അവർ പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ പഞ്ചാബിൽ വോളിബോൾ കളിക്കാനായിട്ട് ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പിള്ളേർ പോയി. കേട്ടിട്ടുണ്ട്? ഇല്ല പറയൂ. ഐ നോ ദാറ്റ്. ഇല്ല പ്ലീസ്. അപ്പോൾ ഈ ഫോണും അങ്ങനെയുള്ള സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്താണ് കരുക്കൂട്ടിക്കോളൂ. പഞ്ചാബിലാണ് സംബന്ധി നടക്കണേ. അപ്പോൾ വോളിബോൾ കളിക്കാൻ പോയി പിള്ളേരുടെ അടുത്ത് കാരണവന്മാരും ഗ്രാമമുഖ്യനൊക്കെ പറഞ്ഞു നന്നായിട്ട് കളിച്ച് കപ്പും കൊണ്ടുവരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ആ ശരി ചാച്ച എന്ന് പറഞ്ഞു പോയി. തിരിച്ചു വന്നപ്പോൾ കപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ അടുത്ത്. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയ മക്കളെ കപ്പ് കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ കപ്പ് കിട്ടാൻ വേണ്ടി എന്താ പറ്റിയെന്നറിയാമോ? ആദ്യത്തെ 2 ഗെയിം നമ്മൾ തോറ്റു, പിന്നത്തെ 3 ഗെയിം അവർ ജയിച്ച്, അതുകൊണ്ട് നമുക്ക് കപ്പ് കിട്ടിയില്ല. ഓ അത് ശരിയായി. അവിടുത്തെ വില്ലേജ് ഗ്രാമമുഖ്യൻ്റെ കമൻ്റാണ്. ആദ്യത്തെ 2 ഗെയിമല്ലേ അവർ ജയിച്ചുള്ളൂ, അത് സാരമല്ല നമുക്ക് അടുത്ത തവണ ജയിച്ചും മേടിക്കാൻ കപ്പ്. സബ്ജക്റ്റ് കിട്ടിയില്ല, ലാംഗ്വേജ് പോയി. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ത്യ ലൈവിൽ, വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട സമഗ്രമായ വാർത്തകൾ കേരളം, ബംഗാൾ, തമിഴ്നാട്, ആസാം നമ്മൾ 4-ാം തീയതി കവർ ചെയ്യുന്നുണ്ട്. കേരളം ആര് ഭരിക്കുമെന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ അത് പിണറായി ഭരിക്കാനാണ് സാധ്യത എന്ന് നമ്മൾ നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ച് നമ്മൾ വീണ്ടും പറയുന്നു. കുമാർ ചെല്ലപ്പൻ സാറും അത് ഒരു സീൽ കുത്തി തന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു മുതിർന്ന ജേർണലിസ്റ്റാണ്. എത്രയോ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയം സാഗൂതം നിരീക്ഷിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനും തെറ്റുപറ്റില്ല. പിന്നെ നമ്മളാരും ഈ പറഞ്ഞതുപോലെ പൊതുവാളുമാരോ പരപ്പനങ്ങാടിമാരോ അല്ല. ഗണിച്ച് പറയാൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് ജനങ്ങളാണ്. അവരുടെ തീരുമാനം നടപ്പാകും. പക്ഷേ വ്യക്തിപരമായി ഞാൻ ഇന്നലെയും ഞാൻ പറഞ്ഞു കേട്ടോ, എനിക്ക് താല്പര്യം UDF വരാതിരിക്കുന്നതാണ്. എനിക്ക്